പുതിയ KPCC ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. VM സുധീരൻ എന്ന കോൺഗ്രസ് നേതാവിനെ ഇറക്കിയാൽ തൃശൂർ എന്ന കോൺഗ്രസിന്റെ പഴയ തട്ടകം തിരിച്ചുപിടിക്കാം. ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ ജില്ലയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസ് ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് തൃശൂർ ജില്ലയെക്കുറിച്ചുമാണ്. ഒരു കാലത്ത്, പ്രത്യേകിച്ച് കെ കരുണാകരന്റെ കാലത്തൊക്കെ കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്ന തൃശൂരിൽ ഇപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേരാവണ്ണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ജില്ലയിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 2016 ഒറ്റ സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്, വടക്കാഞ്ചേരി, അതും 43 വോട്ടിന്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വടക്കാഞ്ചേരിയും പോയി. പകരം ചാലക്കുടി ലഭിച്ചു, അതും 1000 വോട്ടിന്. അങ്ങനെ 13-ൽ 12 സീറ്റിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ കോൺഗ്രസ് ഒരൊറ്റ സീറ്റിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിന്നിരുന്ന കോൺഗ്രസ് തൃശൂർ ജില്ലയിൽ ഇങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ആയതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് പാർട്ടിയേക്കാളും വലിയ ഗ്രൂപ്പിസം കൊണ്ട് മാത്രമാണ്. ഏറ്റവും അവസാനം കെ മുരളീധരൻ തന്നെ ആ ഗ്രൂപ്പിസത്തിന്റെ രക്തസാക്ഷിയുമായി. അതുകൊണ്ട് തന്നെ പറയാം, ഇനി തൃശൂർ ജില്ലയെ രക്ഷിക്കാൻ ഒരൊറ്റ നേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, VM സുധീരൻ. അദ്ദേഹത്തിനെ വിളിച്ചേ മതിയാകൂ. അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കണം. പറ്റുമെങ്കിൽ മണലൂരിൽ നിന്നോ തൃശൂർ നഗരത്തിൽ നിന്നോ അദ്ദേഹം മത്സരിക്കണം. തൃശൂരിൽ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ തയ്യാറായി നിൽപ്പുണ്ട്, കഴിവുള്ളവർ. പക്ഷേ പരസ്പരം കാലുവാരി തോൽപ്പിക്കാൻ അതിനേക്കാളും മുൻപേ തന്നെ മറ്റു ചിലരുമുണ്ട് അങ്ങനെ തയ്യാറായി തന്നെ. അവരെയെല്ലാം അടിച്ചൊതുക്കാനാണ് VM സുധീരനെ പോലെയുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഒരു സീറ്റ് പോലും മനസ്സമാധാനത്തോടെ ലഭിക്കാത്ത തൃശൂർ ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് 6 സീറ്റെങ്കിലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഉറപ്പിക്കാൻ കഴിയും. നല്ലൊരു നേതാവ് ചുമതല ഏറ്റെടുത്താൽ ഇന്ന് ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള തൃശൂർ നഗരം, വടക്കാഞ്ചേരി, കുന്നംകുളം, ഇരിങ്ങാലക്കുട, മണലൂർ എന്നീ സീറ്റുകൾ ഉറപ്പായും ഗുരുവായൂർ സാധ്യതയും കൽപ്പിക്കുന്നു. അതുപോലെ സിറ്റിംഗ് MLA മന്ത്രി കൂടിയായ K രാജൻ മാറുകയാണെങ്കിൽ ഒല്ലൂർ സീറ്റും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയും. അതിൽ ചില സ്ഥാനാർത്ഥികളെ കണ്ടുവച്ചിട്ടുമുണ്ട്. VM സുധീരൻ മത്സരിക്കാൻ താല്പര്യം കാണിച്ചാൽ അദ്ദേഹത്തിന്റെ പഴയ മണലൂർ പിടിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ തൃശൂർ സീറ്റിലും സമാനമാണ് കാര്യങ്ങൾ. 2 പെൺപുലികളെ ഇറക്കി കുന്നംകുളം, ഇരിങ്ങാലക്കുടയും പിടിച്ചെടുക്കാനുള്ള നീക്കവും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് സോയ കുന്നംകുളത്തും KSU വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ഇരിങ്ങാലക്കുടയിലും മത്സരിക്കും. ഇരിങ്ങാലക്കുട കോൺഗ്രസ് ഏറ്റെടുത്ത മറ്റൊരു സീറ്റ് കേരള കോൺഗ്രസിന് നൽകാനാണ് സാധ്യത. അതുപോലെ അനിൽ അക്കരെ ഒരു തവണ കൂടി വടക്കാഞ്ചേരിയിൽ മത്സരിച്ചാൽ പിടിച്ചെടുക്കാം എന്നുള്ളതും ഉറപ്പാക്കുകയാണ് സാധാരണ ജനങ്ങൾ. കൂടാതെ കോൺഗ്രസിന്റെ പുതിയ നേതാവ് സന്ദീപ് വാര്യർ തൃശൂരിന്റെ ഗുരുവായൂരിൽ മത്സരിക്കാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കരുത്തരാണ്. കോൺഗ്രസിന്റെ നീക്കവും പ്രതീക്ഷയും അവിടെയാണ്. മുന്നിൽ നിൽക്കാൻ ഒരു നേതാവിനെ ജില്ല തേടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് സുധീരനല്ലാതെ മറ്റൊരാൾക്കും തൃശൂർ ജില്ലാ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ആ സത്യം തിരിച്ചറിഞ്ഞ KPCC നേതൃത്വം അദ്ദേഹത്തെ തൃശൂരിൽ ഇറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സുധീരൻ വന്നാൽ തങ്ങളുടെ അവസരം നഷ്ടപ്പെടുമെന്ന ചിന്തയുള്ള ആരും KPCCയിൽ ഇല്ല എന്നുള്ളതും നീക്കത്തിന് വേഗത കൂട്ടും.